വടക്കഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ മിനി അരവിന്ദ് ചെയർപേഴ്സൺ മിനി അരവിന്ദ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മിനി അരവിന്ദ്, ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേരായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്? എത്ര പേരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ? 40 പേരാണ് അതിന്റെ ഉള്ളിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവിടുന്ന് അപകടം പറ്റിയവരെയൊക്കെ കൊണ്ടുവരാണ്. ഇവിടെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫയർഫോഴ്സിനെ അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും 4 ഭാഗത്ത് തന്നെയാണ്, പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ സ്പോട്ടിലുണ്ട്. ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, ആംബുലൻസ് മറ്റേ കൈയും കാലൊക്കെ ആയിട്ടാണ്, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അല്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്പം ഗുരുതരമായ പരുക്കൾ ഉണ്ടാവും. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടത്തുന്നത്? ഈ പറഞ്ഞ ഇടത്തേക്ക് ഫയർഫോഴ്സിനൊക്കെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴികളൊക്കെ ഉണ്ടോ? കാരണം ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. അതിലൊരു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഈ തീ അണക്കുന്നതിലേക്ക് ഇപ്പോൾ നേരിടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് നേരിടുന്ന പ്രതിസന്ധി? എത്താൻ കഴിയാത്തത് അത് പൊട്ടിക്കൊണ്ടിരിക്കുക കാരണമാണ് എത്താൻ കഴിയാത്തത്, അല്ലാണ്ട് വേറെ സാഹചര്യം ഇല്ല. അതായത് നിലവിൽ ബാക്കിയുള്ള പടക്കങ്ങൾ ഇപ്പോൾ അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഈ തീ അണക്കാത്തതിനാൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപ്തി ഉണ്ടാകാൻ സാധ്യതയില്ലേ? സമീപത്ത് വീടുകളൊക്കെ ഉണ്ടോ? ഇപ്പൊ രണ്ട് ബോഡികളാണ് ആംബുലൻസിൽ കയറ്റിയിരിക്കുന്നത്, 2 ബോഡികൾ. ഇനി അവിടുന്ന് സ്ട്രെച്ചറിന് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ല. ഞാൻ ഇത് കത്തണത് നിന്ന് കാണുകയാണ്. മിനി അരവിന്ദ് നഗരസഭാ ചെയർപേഴ്സണാണ്. അവിടെയുള്ള കാഴ്ചകൾ അത് എത്രത്തോളം വേദനപ്പെടുത്തുന്നു, അലോസരപ്പെടുത്തുന്നു എന്നുകൂടിയാണ് മിനി അരവിന്ദ് പറഞ്ഞത്. നിലവിൽ നമുക്ക് പരിക്കേറ്റു എന്നുള്ള സ്ഥിരീകരണങ്ങൾ മാത്രമാണുള്ളത്, മറ്റ് സ്ഥിരീകരണങ്ങളില്ല. എന്തായാലും വലിയ അപകടമാണ്. നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ, മിനി അരവിന്ദ് അടക്കം പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ വെടിക്കെട്ട് പുരയിലേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെ വാഹനം അതിൻ്റെ പരമാവധി എത്ര അടുത്തോളം എത്താനാകുമോ അത്ര അടുത്തോളം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം തീ അണയ്ക്കാൻ വേണ്ടി വരും. ഇതൊരു വെടിക്കെട്ട് നിർമ്മാണശാല ആയതുകൊണ്ട് കൂടുതൽ പടക്കങ്ങൾ ഉള്ളതുകൊണ്ട്, തീ ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പടക്കങ്ങളിലേക്കും പൊട്ടിക്കലിലേക്കും അത് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് അല്പം അലോസരപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.